ഹലോ, ഉമ്മീസ് കുക്കിംഗ് ഡിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഉരുളക്കിഴങ്ങും സവാളയും വെച്ചിട്ടുള്ളൊരു നാടൻ കറിയാണ്. നോമ്പ് സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണേ. ചപ്പാത്തിൽക്കും പത്തിരിയിൽക്കും അപ്പത്തിൽക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. ഇങ്ങനെ നമ്മൾ കിഴങ്ങും സവാളയൊക്കെ കട്ട് ചെയ്തു. സവാള ഇങ്ങനെ ചതുരത്തിൽ കട്ട് ചെയ്യണം. നമുക്ക് പാത്രത്തിലിട്ട് കൊടുക്കാം. 2 തക്കാളി കട്ട് ചെയ്തത്, പച്ചമുളക്, എരിവ് നമ്മൾ ആവശ്യത്തിനിടാം. പച്ചമുളകും മുളക് പൊടിയൊക്കെ നമ്മൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. 3 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് വേവാനില്ല വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. ഇനി അടച്ച് വെക്കാം. ഇനി കഷ്ണങ്ങളൊക്കെ വേവാട്ടെ. നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അങ്ങനെ നമ്മൾ 1/2 കപ്പ് തേങ്ങ, 2 ചെറിയുള്ളി, ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളെ കറി നല്ലോണം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടി വേവാനുണ്ട്. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ നല്ല വേവായിട്ടുണ്ട്. നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെ കറി തേങ്ങ ഒഴിച്ചിട്ട് തിളച്ച് വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ച് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ കറിയിലേക്ക് താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. അങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയുള്ള കറി റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണത് അപ്പത്തിൽക്കും പത്തിരിയിൽക്കും ചപ്പാത്തിൽക്കൊക്കെ നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും ഇതിനടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.